മാസായില്ലേ? 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുത്തച്ഛനാണ് നമ്മുടെ കുഞ്ഞാവനെ കാണാൻ വന്നിട്ടുള്ളത്. മകരമാസം കഴിയാറായി. കുംഭം കിച്ചനും മലയാളം മാസമൊക്കെ അറിയിച്ചു. അങ്ങനെ നമ്മുടെ കിച്ചുന്റെ മുത്തച്ഛൻ, കിച്ചുന്റെ അച്ചാച്ചനാണല്ലേ, അമ്മയുടെ അച്ഛനാണല്ലേ, കിച്ചുന്റെ അമ്മയുടെ അച്ഛൻ. അതായത് ഇപ്പൊ നമ്മുടെ കുഞ്ഞാവയുടെ അമ്മയുടെ അച്ഛൻ അല്ലേ, അങ്ങനെയാണ് പറയാ. മൂപ്പരാട്ടെ കാണാൻ വന്നിട്ടുള്ള ഏകദേശം 100 വയസ്സ് കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു എന്നിട്ട് മൂപ്പര് പറയുന്നത്. അപ്പൊ അവിടുന്ന് മാമന്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കാണാൻ വന്നിട്ട് ഞാൻ ഇന്നിപ്പോ വീട്ടിലേക്ക് എത്തിയുള്ളൂ. അങ്ങോട്ട് എത്തിയുള്ളൂ. ഞാൻ കൊന്നാൻ പോയി കയറുന്നു. ചെറിയ മുതല ഓടി ഇരിക്കിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തോട്ടെ. ഗൈസ്, നമ്മുടെ കുഞ്ഞാവനെ കാണാൻ മുത്തച്ഛൻ വന്നിട്ടുണ്ട് അല്ലേ കിച്ചു അല്ലേ? മുത്തച്ഛൻ എത്ര വയസ്സായിണ്ട്? മുത്തച്ഛോ കേക്കില്ലേ ഗൈസ്? അതാണ് നീ ചോദിക്കടി, നീ ചോദിക്കേ. അച്ഛന് എത്ര വയസ്സായി? അച്ഛന് എനിക്ക് 100 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സ് പിന്നെ 5-6 മാസമായി. 100 വയസ്സ് കഴിഞ്ഞിട്ട് 5-6 മാസമായില്ലേ? 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുത്തച്ഛനാണ് നമ്മുടെ കുഞ്ഞാവനെ കാണാൻ വന്നിട്ടുള്ളത്. അതെ, തനിയെ ഓട്ടോ പിടിച്ചിട്ട് വന്നു കേട്ടാ. അവിടെ മാമന്റെ വീട്ടിൽ ആരും ഇറങ്ങിയിട്ടില്ല. 100 വയസ്സ് കഴിഞ്ഞിട്ടാ? അപ്പൊ ഞങ്ങക്ക് ചെലവൊന്നും കിട്ടിയില്ലല്ലോ. 100 വയസ്സ് കഴിഞ്ഞിട്ട് 5-6 മാസമായിട്ടുണ്ട്. ഇപ്പൊ മീനമാസം വരുമ്പോ 101 101 വയസ്സാ. ഇത് മകരമാസല്ല, മകരമാസം കഴിയാറായി. കുംഭം കിച്ചനും മലയാളം മാസമൊക്കെ അറിയിച്ചു. മകരമാസം കഴിയാറായി. അങ്ങനെ കുട്ടീനെ മുത്തച്ഛൻ കാണാൻ വന്നു. മുത്തച്ഛൻ കണ്ടു അല്ലേ? നടക്കാൻ എനിക്കന്റെ കണ്ണ് പാടില്ലെങ്കിൽ എനിക്ക് ഞാൻ ജോയിൻ എടുക്കാനാണ്. കണ്ണ് അവരല്ല അങ്ങനെ ആക്കിയത് അവര്. കുഴപ്പമില്ല, നമുക്ക് ഇനി വേറെ ഒന്ന് കാണിക്കാട്ടാ. ഇതാരാണ്? ഇത് ഫോണാ? ഇത് ഫോണില്ലേ? ഫോട്ടോ എടുക്കില്ലേ? ഫോട്ടോ എടുക്കുന്നത്. കുഞ്ഞാവേ, ഞാൻ അച്ചാച്ച കുട്ടീനെ വന്നിട്ടാ. അപ്പൊ ഗൈസ്, 2 ദിവസമായിട്ട് വെറുതെ കേട്ടാ, സ്വപ്നത്തിലാണ്. കണ്ട മുടിയൊക്കെ ചീന്തി ഓർത്ത് നോക്കിയെന്ന്. ചുപ്പാണ്ടി കുട്ടിയുടെ എന്ത് സൈഡിക്ക് കണ്ടാ? എനിക്കിഷ്ടല്ലേ അങ്ങനെ ചീന്തി ഓർക്കുന്നത്. അയ്യേ എന്താടി? എന്തേലും ഓട്ടെ. അപ്പൊ വന്ന കാര്യം മറന്നല്ല, പറയാൻ വന്ന കാര്യം മറന്നല്ല. 2 ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി കയറുന്നിട്ടാ. നമ്മുടെ ജാങ്കോനും പിന്നെ നമ്മുടെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ നോട്ടം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആകെ പോയി കയറുന്ന. അല്ല കിച്ചോ, ഞാൻ പോയപ്പോൾ ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നിട്ടാ അല്ലേ? ചേട്ടാ അത് അറിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളട്ടെ. നമ്മുടെ മുത്തച്ഛത അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഇപ്പൊ പരിപാടി ഒന്നുമില്ല. നാളെ തൊട്ടിട്ട് ആദ്യം നമ്മൾ വീണ്ടും വ്ളോഗ് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ? നാളെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകട്ടോ. ബ്ലഡ് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് ശേഷം എന്താണ് റിസൾട്ട് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നാളെ നമ്മൾ വേറൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ലഭിച്ചോ? അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളും അടിച്ചു പൊട്ടിക്കുക. ടിൻ ടിൻ. അപ്പം ശരി.